ആരോട്ടി എണീക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചിട്ട് ഒരുപാട് നേരത്തെ ഒന്നും അല്ല എണീറ്റത്. ഏട്ടൻ ഇന്ന് വർക്കില്ല, അതുകൊണ്ട് തന്നെ കുറച്ചു നേരം കൂടുതൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. തലേന്ന് തന്നെ ഞാൻ മുളയ്ക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ എടുത്ത് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ മുളപ്പിച്ച് കഴിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാനിവിടെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ആരോട്ടിക്കും ഏട്ടനും ഒക്കെ കഴിക്കുന്നത് നല്ലതായതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് വയ്ക്കാറുണ്ട്. എന്നാലും ആരോട്ടി അധികം കഴിച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ട് തോരൻ, നമ്മൾ സാധാ തോരൻ വെക്കുന്ന കണക്ക് വെക്കുകയാണ് കേട്ടോ. എപ്പോൾ തേങ്ങ പൊട്ടിച്ചാലും രണ്ട് സൈസ്, രണ്ടും ഒരുപോലെ വന്ന ചരിത്രമേ എനിക്കില്ല. ഇനി തോരന് വേണ്ടിയിട്ടുള്ള കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടി എടുത്തിട്ട് നമുക്ക് അരി ഊറ്റി വെക്കാം. ഇനി എത്രയൊക്കെ അരി ഊറ്റി എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും എപ്പോൾ അരി ഊറ്റുമ്പോഴും എൻ്റെ മനസ്സിലൊരു പേടിയുണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു ഭയം. രാവിലെ ഒരു കട്ടൻ കുടിച്ചതാണെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഏട്ടൻ പാല് വാങ്ങിയിട്ട് വന്നതുകൊണ്ട് ഒരു ചായ കൂടി കുടിച്ചു. അപ്പോഴേക്കും ആരോട്ടി എണീറ്റിട്ടുണ്ടായിരുന്നു. അവർക്ക് കുറുക്കൊക്കെ കൊടുത്ത് ആളെ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് ഞാൻ ഒരുപാട് എല്ലാ ദിവസവും രാവിലത്തെ എനിക്കുള്ള മഹായുദ്ധമാണിത്. കുറച്ചു നേരം കസേരയിൽ ഇരിക്കും, പിന്നെ അത് കഴിയുമ്പോൾ അതിനകത്ത് എണീറ്റ് നിൽക്കും, പിന്നെ ഒരു കാലെടുത്ത് മേളിൽ വെച്ചിട്ട് നിൽക്കും. എൻ്റെ പൊന്നു, ഇതെല്ലാം കഴിയുമ്പോൾ എടുത്ത് താഴെ ഇറങ്ങിയിട്ട് അവിടെ നിന്നുകൊണ്ട് ആള് ഒളിച്ച് കളിച്ചൊക്കെയാണ് കേട്ടോ എങ്ങനെയെങ്കിലും ഞാൻ ആളെ കുടിപ്പിക്കുന്നത്. മാക്സിമം ടി വി ഇട്ട് കൊടുക്കാതെ തന്നെ കുറുക്ക് കൊടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നാലും ചില സമയങ്ങളിൽ നമുക്ക് ഇട്ട് കൊടുത്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ വരാറുണ്ട്. എങ്ങനെയൊക്കെയോ ഞാളെ കൊണ്ട് കുറുക്കൊക്കെ കുടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആരോട്ടിതേ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റ തരുന്നുണ്ട് കേട്ടോ. അവർക്ക് കുറുക്ക് കൊടുത്തപ്പോൾ എൻ്റെ ഡ്രസ്സ് ഫുള്ള് അഴുക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ പോയി ഉടുപ്പ് അങ്ങ് മാറി. എന്നിട്ട് ആളിതേ വെളിയിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകി എടുത്തു. ആരിന് കുടിക്കാനുള്ള വെള്ളം ചൂട് മാറാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. കുറുക്കൊക്കെ കൊടുത്തിട്ട് വന്നപ്പോൾ അതിന്റെ ചൂടൊക്കെ മാറി അത് കുപ്പിയിലാക്കിയിട്ട് ഞങ്ങൾ നേരെ അങ്ങ് റൂമിലോട്ടാണ് പോയത്. ഇനിയാണ് മക്കളെ അടുത്ത യുദ്ധം, അതായത് ഡ്രസ്സ് ഇടിയിക്കുക എന്നുള്ളത്. എങ്ങനെയോ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാക്കി ആൾക്ക് കുറച്ച് പാലും കൊടുത്ത് ആളെ ഉറക്കിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.